നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദേവഹൂതി ചോദിച്ചു, മുമ്പ് ഭക്തിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ ഭക്തിക്ക് എങ്ങനെയാ തരംതിരിവ് അങ്ങനെ ഉണ്ടോ? ഉണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞു കേൾപ്പിച്ചത്. സത്വം രജസ് തമസ് എന്നിങ്ങനെ 3 ഗുണങ്ങളുണ്ടല്ലോ പ്രകൃതിക്ക്. ചിലരിൽ സത്വഗുണമാണ് കൂടുതൽ, അപ്പോൾ അവരുടെ ഭക്തി സാത്വികമായിരിക്കും. ചിലരിൽ രജോ ഗുണം കൂടുതൽ, അവരുടെ ഭക്തി രാജസമായിരിക്കും. ചിലരിൽ തമോ ഗുണമാണ് കൂടുതൽ, അവരുടെ ഭക്തി താമസമായിരിക്കും. എന്നിട്ട് വേർതിരിച്ച് ഇതൊക്കെ ഭഗവാൻ കേൾപ്പിച്ചു. താമസഭക്തി എന്ന് വെച്ചാൽ എന്താ? അതോ അഭിസന്ധായ യോ ഹിംസാം ദംഭം മാത്സര്യമേവവാ. അന്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കുന്ന ആളുകളുണ്ട്, അവരുടെ ഭക്തി താമസഭക്തിയാണ്. അങ്ങനെ ഉണ്ടോ? അന്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കുന്ന ആളുകൾ ഉണ്ടെന്നല്ല, ഇപ്പോൾ അതൊക്കെ എങ്ങനെ വളർന്നു വരികയാണോ എന്ന് വരെ സംശയമുണ്ട്. ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും വഴിപാടുകളൊക്കെ ധാരാളം കൂടിയിട്ടുണ്ട്. അതിൽ വഴിപാടനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശത്രുസംഹാര പുഷ്പാഞ്ജലി. മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട് ഇത്. ശത്രുസംഹാരം അല്ലേ, ശത്രുവിനെ കൊല്ലുക. അയ്യോ, ആ ശത്രുസംഹാര പുഷ്പാഞ്ജലിക്ക് ഉപയോഗിക്കണ മന്ത്രം അത് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ആ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ കണ്ണ് പൊട്ടിപ്പോട്ടെ, അവൻ്റെ കാല് മുറിഞ്ഞു പോട്ടെ, ഇവൻ്റെ കൈ ഒടിഞ്ഞു പോട്ടെ, അവന് ഭ്രാന്തി പിടിക്കട്ടെ എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ ഒരു മനുഷ്യൻ? അന്യന് നാശം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചാൽ അവനോട് തന്നെയാണ് നാശം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും ഈ മാതിരിയൊന്നും ആരും പ്രാർത്ഥിക്കരുത്. ഇതിനു വേണ്ടി ഒരു വഴിപാടും ചെയ്യരുത്. ശത്രുസംഹാര പുഷ്പാഞ്ജലിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആരും ഒരു ക്ഷേത്രത്തേക്കും ഒന്നും ചെയ്യരുത്. ആരാണ് ആരുടെ ശത്രുവാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എവിടെ നിന്നാണ് ഈ ലോകത്തിലേക്ക് വന്നത് അറിഞ്ഞുകൂടാ. ഈ ശരീരം വിട്ടാൽ എവിടേക്കാണ് പോണത് അതും നല്ല തീർച്ചയില്ല. പൂന്താനം എത്ര ഭംഗിയായിട്ട് നമ്മളോട് ചോദിക്കണു, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. വെറുതെയാണ് അവൻ ശത്രു എന്ന് ഭാവന ചെയ്യുന്നത് തന്നെ. ഇനി ഒരാൾ ഇങ്ങോട്ട് ശത്രുത്വത്തോടെ പെരുമാറിയെന്ന് തന്നെ വയ്ക്കുക. ആ ശത്രുത്വം നീക്കാൻ നല്ലൊരു ഉപായമുണ്ട്. അങ്ങോട്ട് സ്നേഹത്തോടെ പെരുമാറുക, എന്നാൽ ശത്രുത്വം തന്നെ നീങ്ങിക്കോളും. പക്ഷേ ദൗർഭാഗ്യവശാൽ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. ഇങ്ങനെ താമസഭക്തിയെക്കുറിച്ച് പറഞ്ഞു. ഇതിനേക്കാൾ കുറച്ചും കൂടി ഭേദമാണ് രാജസഭക്തി. രാജസഭക്തി ആവുമ്പോൾ എങ്ങനെയാ? വിഷയാൻ അഭിസന്ധായ, അവനവൻ്റെ പ്രാമാണ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കുന്നവരുണ്ട്. തൻ്റെ യശസ്സിന് വേണ്ടി മറ്റുള്ളവരെക്കാൾ കൂടുതൽ മാന്യത, സ്ഥാനമാനങ്ങൾ, അധികാരം ഇതൊക്കെ വേണം, അതിനുവേണ്ടി ഭഗവാനെ ഭജിക്കുന്നവരുണ്ട്. ഇത് രാജസഭക്തി. ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ലതാണ് സാത്വികമായിട്ടുള്ള ഭക്തി. ഇന്നതൊക്കെ ചെയ്യണം എന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുപ്രകാരം ഞാൻ ചെയ്യുന്നു എന്ന മട്ടിൽ ആ ഒരു മനോഭാവത്തോടെ ഭഗവാനെ ഭജിക്കണവർ. ഇത് സാത്വിക ഭക്തി. ഇപ്പോൾ 4ാം തരവും 3ാം തരവും 2ാം തരവും പറഞ്ഞു. എങ്കിൽ ഒരു 1ാം തരം ഭക്തിയില്ലേ? ഉണ്ട്. ഇതാണ് നിർഗുണ ഭക്തി. എന്ന് വെച്ചാൽ എന്തിനാ ഭഗവാനെ ഭജിക്കണത് അറിഞ്ഞുകൂടാ. എന്തിനാണ് ഭാഗവതാദി ഗ്രന്ഥങ്ങൾ വായിക്കണത് അറിഞ്ഞുകൂടാ. എന്തിനാണ് ഈശ്വര കഥകൾ കേൾക്കണത് അറിഞ്ഞുകൂടാ. ഇങ്ങനെ കൃത്യമായിട്ട് എന്തിന് എന്ന് ചോദിച്ചാൽ പറയാൻ അറിയാൻ വയ്യാതെ കൊണ്ട് വായിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, കീർത്തനം പാടുമ്പോൾ, നാമം ചെല്ലുമ്പോൾ ഒരാനന്ദം ഉണ്ടല്ലോ, ഇതിനു വേണ്ടി മാത്രം ഭഗവാനെ ഭജിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മനസ്സ് സദാ ഈശ്വരങ്കിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണു. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഗംഗാനദി എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അതേപോലെ ഒഴുകാതിരിക്കാൻ ഗംഗാനദിക്ക് പറ്റില്ല. ആരെങ്കിലും അണകെട്ടി തടുത്തു നിർത്തിയാൽ നിവൃത്തിയുണ്ടെങ്കിൽ അണ പൊട്ടിച്ചൊഴുകും. പൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ വല്ല വഴിക്കും ഒഴുകാൻ പറ്റുമോ എന്ന് നോക്കും. പഴുത് കിട്ടിയാൽ ആ പഴുതിലൂടെ ഒഴുകും. എത്രയായാലും നിൽക്കില്ല എന്ന് തീർച്ചയായാൽ ഗംഗാനദിയെ ഒന്ന് വിളിച്ചു നിർത്തി ഒന്ന് ചോദിച്ചു നോക്കുക, എന്തിനാ അങ്ങനെ നീ ഒഴുകണേ സമുദ്രത്തിലേക്ക്? ഇപ്പോൾ ഗംഗ എന്നൊരു വ്യക്തിത്വം നിനക്കുണ്ട്, സമുദ്രത്തിലേക്ക് ഒഴുകിയാൽ നിന്റെ വ്യക്തിത്വം നഷ്ടപ്പെടും, ഒഴുകണ്ട എന്ന് പറഞ്ഞാൽ ഗംഗയുടെ മറുപടി എങ്ങനെയാവും?
അതെ, എൻ്റെ വ്യക്തിത്വം ഞാനെന്നുള്ള ഭാവം അങ്ങോട്ട് നശിച്ചോട്ടെ. എന്നാലും അദ്ദേഹം തിരമാലകളെ കൊണ്ട് വരൂ വരൂ എന്ന് വിളിക്കുമ്പോൾ ഞാനെങ്ങനെയാ അങ്ങോട്ട് ചെല്ലാതെ കണ്ടിരിക്കുക? എന്നെ വിടൂ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും ഗംഗ ഒഴുകും. ഇതുപോലെ ഉത്തമ ഭക്തൻ്റെ മനസ്സ് ഭഗവാങ്കലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഏത് സമയത്തും. അങ്ങനത്തെ ഒരു ഭക്തൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട എന്നേ പറയുള്ളൂ. തരാം, വാങ്ങിച്ചോളൂ എന്ന് ഭഗവാൻ പറഞ്ഞാൽ ദീയമാനം ന ഗൃഹന്തി, അത് വാങ്ങുപോലും ചെയ്യില്ല. ഭഗവാനെ ഭജിച്ച് അതിൻ്റെ ഫലമായി എന്തെങ്കിലും ഒരു വരം വേണം എന്ന് ഭക്തൻ ആഗ്രഹിക്കാറില്ല. പിന്നെ ആഗ്രഹമുള്ളത് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കണം എന്നത് മാത്രമാണ്. അങ്ങനത്തെ ഉത്തമ ഭക്തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? മഹതം ബഹുമാനേന ദീനാനാം അനുകമ്പയാ. മഹാത്മാക്കളുടെ നേർക്ക് ബഹുമാനം, ദീനന്മാരുടെ നേർക്ക് അനുകമ്പ. മൈത്ര്യാ ചൈവ ആത്മതുല്യേഷു, സമന്മാരായ ആളുകളുമായിട്ട് സൗഹൃദം. നല്ല ഉത്തമ ഭക്തന്മാർ ആരെ കണ്ടാലും വന്ദിക്കും, ഒരിക്കലും ആരും നിന്ദിക്കില്ല. കാരണം ഭക്തന്മാർക്കറിയാം എല്ലാവരിലും ഉണ്ട് ഒരു ഈശ്വരാംശം എന്ന്. അതുകൊണ്ട് നമസ്തേ നമസ്തേ എല്ലാവരെയും നമസ്കരിക്കുക, അതേ ചെയ്യുള്ളൂ. ഒരിക്കലും ആരെയും പുച്ഛിക്കുകയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യില്ല ഉത്തമ ഭക്തന്മാർ. ഇനിയും കേട്ടോ ചില ആളുകൾ വലിയ കേമായിട്ട് പൂജയൊക്കെ ചെയ്യും, മറ്റുള്ളവരോടൊക്കെ പരമപുച്ഛവും, മറ്റുള്ളവരെ നിന്ദിക്കുക, പരിഹസിക്കുക, ശകാരിക്കുക, ഇതൊക്കെ ചെയ്യും. അന്യരോട് സ്നേഹമില്ല, ദീനന്മാരോട് അനുകമ്പയുമില്ല. പക്ഷേ അതികേയമായിട്ടുള്ള പൂജ, അനവധി വിഭവങ്ങളെ കൊണ്ട് മണികുട്ടി ഷോഡശോപചാര പൂജയൊക്കെ ചെയ്യും. എത്രയൊക്കെ പൂജിച്ചാലും എങ്ങനെയൊക്കെ പൂജിച്ചാലും നൈവ തുഷ്യേ അർച്ചിതോർച്ചായാം ഭൂതഗ്രാമ അവമാനിന. അന്യനെ സ്നേഹിക്കാത്ത, അന്യനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഏതൊക്കെ വിഭവങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെ പൂജിച്ചാലും ഈശ്വരൻ പ്രസാദിക്കില്ല. ആരാ പറയണതെന്നോ? ആ ഭഗവാൻ തന്നെയാണ് പറയണത്. നൈവ തുഷ്യർച്ചിതോർച്ചായാം ഭൂതഗ്രാമ അവമാനിന. അതുകൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവൻ ആദ്യം എന്ത് ചെയ്യണം? അന്യരെ സ്നേഹിക്കാൻ തുടങ്ങണം, മഹാത്മാക്കളെ മാനിക്കാൻ തുടങ്ങണം. പ്രത്യേകിച്ച് ദീനന്മാർ, അന്ധന്മാർ, ദരിദ്രന്മാർ, ഇവരോടൊക്കെ കരുണ കാണിക്കണം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും ദിവ്യമായ വികാരമാണ് കരുണ എന്നത്. ഈശ്വരൻ കഴിഞ്ഞാൽ പിന്നെ കരുണ എന്ന ദിവ്യവികാരമുള്ള ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. ഇത് വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നവനിൽ മാത്രമേ ഭഗവാൻ പ്രസാദിക്കൂ എന്നർത്ഥം. അല്ലാതെ ഈ കരുണയും സ്നേഹവും ഒന്നും കാണിക്കാതെ കണ്ട് വെറും ചടങ്ങെന്ന മറ്റൊരു ഷോഡശോപചാര പൂജയൊക്കെ ചെയ്താലൊന്നും ഭഗവാൻ പ്രസാദിക്കില്ല. അങ്ങനെ എന്ന് ചുരുക്കം. ഇത് പൂജ ചെയ്യുന്നവർക്ക് മാത്രമുള്ള മുന്നറിയിപ്പല്ല, നമുക്കൊക്കെയുള്ളൊരു മുന്നറിയിപ്പാണ്. പല ആളുകളും പതിവുണ്ട് മഹാക്ഷേത്രങ്ങളിലേക്ക് ചെല്ലും, വഴിപാടിന് വേണ്ടി അനവധി പൈസ കയ്യിലെടുത്തിട്ടുണ്ടാവും. ക്ഷേത്രത്തിന് സമീപത്തിൽ ആരെങ്കിലും എനിക്ക് വിശക്കണു വല്ലതും തരുമെന്ന് പറഞ്ഞാൽ 10 പൈസ പോലും കൊടുക്കുകയില്ല. വിശക്കുന്നവർക്ക് ആഹാരത്തിന് വേണ്ടി കൊടുക്കാത്ത പൈസ ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിൽ കൊണ്ടിട്ടാൽ ഭഗവാൻ അത് സ്വീകരിക്കുമോ? ഇല്ല എന്ന കാര്യം തീർച്ച. അതുകൊണ്ട് ഒരു ഭക്തൻ എന്ത് ചെയ്യണം? ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വിശക്കുന്നവർക്ക് ആഹാരത്തിന് വേണ്ടത് കൊടുക്കുക. ഒരു രോഗി മരുന്ന് വാങ്ങാൻ പറഞ്ഞ് കൈ നീട്ടിയാൽ ആദ്യം ആ രോഗിക്ക് കൊടുക്കണം. രോഗിക്ക് മരുന്ന് വാങ്ങാൻ കൊടുക്കാത്ത പൈസ ഭണ്ഡാരത്തിലിട്ടാൽ ഒരിക്കലും ഭഗവാൻ അത് സ്വീകരിക്കില്ല. കൊടുക്കുമ്പോൾ എങ്ങനെ വേണം കൊടുക്കാൻ? അത് ഉപനിഷത്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എങ്ങനെയെങ്കിലും കൊടുത്താൽ പോരാ. തൈത്തിരീയോപനിഷത്ത് പറയണു ശ്രദ്ധയാദേയം എന്ന്. നല്ല ശ്രദ്ധയോടുകൂടിയിട്ട് വേണം കൊടുക്കാൻ. അശ്രദ്ധയാ നദേയം. അശ്രദ്ധയോടുകൂടി കൊടുത്താൽ പോരാ. പലരും കൊടുക്കൽ അങ്ങനെയുണ്ടല്ലോ, ശല്യം പോട്ടെ ഓരോന്ന എല്ലാത്തിൻ്റെ നേർക്ക് ഓരോ രൂപ വലിച്ചൊരേറ്. അങ്ങനെ കൊടുക്കരുത്. ആ കൊടുക്കുമ്പോൾ ഇത് ഓം വിഷ്ണവേ നമ എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഉത്തമമായി. ഇത് ഭഗവാന്റെ കയ്യിൽ വീഴണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തർക്കും കൊടുക്കുക. ഇങ്ങനെ അന്യൻ്റെ നേർക്ക് സ്നേഹം, കരുണ ഇതൊക്കെ ചൊരിയും. ഇങ്ങനെയാണ് ഉത്തമ ഭക്തന്മാർ. അന്യൻ്റെ നേർക്ക് സ്നേഹവും ദീനന്മാരിൽ കരുണയും ചൊരിയാത്ത ഒരുവൻ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ പൂജിച്ചാലും ഒരിക്കലും ഈശ്വരൻ പ്രസാദിക്കില്ല എന്ന് ഭഗവാൻ ഭാഗവതം ആവർത്തിച്ച് ഉറപ്പിച്ചു പറയണു. അതുകൊണ്ട് അമ്മേ, ഭക്തിയോഗമാണ് ജീവിതത്തിലെ ഏറ്റവും വലുത്. നല്ല ഭക്തന്മാർക്കൊരിക്കലും ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രകൃതി ശക്തികളെ പോലും ഭക്തൻ ഭയപ്പെടേണ്ടതില്ല. എന്തുകൊണ്ട്? യദ്ഭയാദ്വാദി വാതോയം. കാറ്റ് വീശണതും
അഗ്നി ജ്വലിക്കണതും മൃത്യു സഞ്ചരിക്കുന്നതും എല്ലാം സർവേശ്വരനെ ഭയപ്പെട്ടിട്ടാണ്. ആ സർവേശ്വരൻ്റെ കാരുണ്യത്തിന്, അനുകമ്പയ്ക്ക്, അനുഗ്രഹത്തിന് ഒരാൾ പാത്രീഭവിച്ചാൽ ആ ആള് എന്തിനെ ഭയപ്പെടണം? മരണത്തിനെ പോലും ആൾ ഭയപ്പെടേണ്ടതില്ല. സാഹി മൃത്യോർവിജേത്രി. മരണത്തിനെ അതിജീവിക്കാനുള്ള ഒരേ ഒരു ഉപായം ഭക്തിയോഗം തന്നെയാണ്. എന്നുവെച്ചാൽ ഭക്തന്മാരാരും മരിക്കില്ല, പഞ്ചഭൂതാത്മകമായ ശരീരത്തോടുകൂടി അവരെന്നും ജീവിച്ചിരിക്കും എന്നാണോ എൻ്റെ അർത്ഥം? അങ്ങനെയൊന്നുമില്ല. പഞ്ചഭൂതാത്മകമായ ശരീരം ഉണ്ടായതാണ്, അതിന് പരിണാമങ്ങൾ ഉണ്ടാവും, അത് നശിക്കുകയും ചെയ്യും. പക്ഷേ ഭക്തന്മാർ മരണത്തിന് ഭയപ്പെടാറില്ല. ഈ മരണത്തിന് ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആലോചിച്ച് നോക്കൂ. 2 കാരണമാണെന്ന് തോന്നുന്നുണ്ട്. ഒന്ന്, മരണം വെച്ചാൽ എന്താണെന്ന് ശരിയില്ല, പരിചയമില്ലാത്ത ഒരു ലോകത്തിലേക്ക് പോവുകയാണ്. സാധാരണ നാട്ടിൻപുറത്തൊക്കെ ജനിച്ച് വളർന്നു വന്ന ഒരാളൊക്കെ ഒന്ന് ബോംബെ നഗരത്തിൽ പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ആകെ ഒരു പരിഭ്രമം ഉണ്ടാവും. എന്നാലും പോയി വന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരോട് ചോദിക്കാം ഏത് വണ്ടിയിലാണ് കയറേണ്ടത്, എവിടെയാണ് ഇറങ്ങേണ്ടത് ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതൊക്കെ ഡയറിയിൽ കുറിച്ച് വയ്ക്കാം. ഇപ്പോൾ 1, 2, 3 തവണ അവിടെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ പരിഭ്രമമൊന്നും ഇല്ലാതെ ഉണ്ടാവും. ഒന്ന് അമേരിക്കയിലേക്ക് പോയിട്ട് വരണം എന്ന് പറഞ്ഞാൽ ലേശം കൂടി ഉണ്ടാവും പരിഭ്രമം. എന്നാലും അവിടെ പോയി വന്നിട്ടുള്ളവരുണ്ട്, അവരോട് ചോദിച്ചറിയാം കാര്യങ്ങളൊക്കെ. ദൗർഭാഗ്യവശാൽ മരിച്ചു പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ എന്താണ് മരണം എന്ന് തീർച്ചയില്ല. അപരിചിതമായൊരു ലോകത്തിലേക്ക് പോണു. ഒരു കാരണം അതാണ്. മറ്റൊന്ന്, കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് പാപം ചെയ്ത ആളുകൾ നരകത്തിൽ വീഴും എന്നൊക്കെ. അങ്ങനെ മരിക്കാനിങ്ങനെ കിടക്കുമ്പോഴാണ് ഓർമ്മ വരണതേ, എത്ര നുണ പറഞ്ഞേക്കണു, എത്ര ആളുകളെ ദ്രോഹിച്ചേക്കണു. ആവോ നരകം എന്നുള്ളൊരു ലോകമുണ്ടോ? ഉണ്ടെങ്കിൽ ഏറെ താമസിയാതെ അവിടേക്ക് പോകും. ആർക്കാ ഭയം തോന്നാണ്ടിരിക്കുക? ഈ 2 കാരണമാണ് മരണത്തിനെ പേടിക്കാൻ. എങ്കിൽ ഭക്തൻ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നല്ലേ, അയാൾ അറിഞ്ഞുകൊണ്ടും ആരെയും ദ്രോഹിക്കാറില്ല. പാപം അയാൾക്ക് ബാധകമല്ല. ഇനി അറിയാതെ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളുടെ നാമസങ്കീർത്തനാദികളെ കൊണ്ട് അയാളുടെ പാപമൊക്കെ തീർന്നിട്ടുമുണ്ട്. അപ്പോൾ നല്ല ഉത്തമ ഭക്തൻ അവസാനം എങ്ങനെയാണ് ഈ ശരീരം വിടുക? കൊതിച്ചിടുന്ന, അതാണ് പൂന്താനം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള ചിത്രം. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ഭഗവാനെ കൺമുന്നിൽ അങ്ങനെ കാണുക, ശരീരം അവിടെ ഇട്ട് ഭഗവാനിൽ അങ്ങനെ ലയിച്ച് ചേരുക. ഇന്നലെ നമ്മൾ ഒരാളുടെ ആ അവസാന ഘട്ടം നേരിട്ട് കണ്ടതാണ്. ആ ഭീഷ്മ പിതാമഹൻ ശരശയ്യമ്മൽ ഇങ്ങനെ കിടക്കണു, സുഖമായിട്ടാണ് കിടക്കുന്നത്. കൺമുന്നിൽ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ച് കണ്ണങ്ങടച്ചു. ആ ജീവൻ ഭഗവാനിൽ അങ്ങ് ലയിച്ചു ചേർന്നു. ഇങ്ങനെയാണ് നല്ല ഉത്തമ ഭക്തന്മാരുടെ ആ അന്തിമഘട്ടം എന്ന് വെച്ചാൽ. അപ്പം അതുകൊണ്ട് അവർ ഒരിക്കലും മരണത്തിനെ ഭയപ്പെടാറില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ഘട്ടം എങ്ങനെയായിരുന്നോ, ഒരു ഘട്ടത്തിൽ ശിഷ്യന്മാർ ചോദിച്ചു, ഇനി എന്താ ഞങ്ങൾ ചെയ്തു തരേണ്ടത് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ആ ദൈവദശകം ഒന്ന് ചൊല്ലിക്കേൾക്കണം എന്ന്. അദ്ദേഹം തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. 10 അനുഷ്ടുപ്പ് ശ്ലോകം ശിഷ്യന്മാരടുക്കെ ഇരുന്നു കൊണ്ട് ആ ദൈവദശകം മുഴുവനും അദ്ദേഹത്തിനെ ചൊല്ലിക്കേൾപ്പിച്ചു. ആഴമേറും നിന്മഹസം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം സുഖം. അതാണ് അവസാനത്തെ ശ്ലോകം. ആഴമേറും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതാണ്. ആഴമേറും നിന്മഹസം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം സുഖം. ഇതിങ്ങനെ കേട്ട് അദ്ദേഹം കണ്ണടച്ചു. അതോടുകൂടി ആ ജീവിതവും അവസാനിച്ചു. ഇങ്ങനെയാണ് നല്ല ഭക്തന്മാരൊക്കെ ജീവിതം അവസാനിപ്പിക്കാറുള്ളത്. ഭഗവാനെ എങ്ങനെ ധ്യാനിച്ച് ശരീരം അവിടെ ഇടുക, ഭഗവാനിലേക്ക് അങ്ങോട്ട് എത്തിച്ചേരുക. അപ്പോൾ ഒരു വലിയ യോഗീശ്വരൻ്റെ ജീവിതാവസാനം എങ്ങനെയാവും എന്നതിനു മുമ്പ് സ്മരിച്ചു. ഒരു നല്ല ഭക്തൻ്റെ ജീവിതം എങ്ങനെയാവും, അതാണ് ഇപ്പോൾ നമ്മൾ അനുസ്മരിച്ചത്. അപ്പോൾ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഭജിക്കണം. ഭക്തി ഉണ്ടായാൽ എന്താണ് ഗുണം, യോഗസാധന ചെയ്താൽ എന്താണ് ഗുണം, ഈ വക കാര്യങ്ങളെല്ലാം കപിലൻ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ദേവഹൂതി ചോദിച്ചു, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്താണ് ഫലം എന്ന്. ഗുണം എന്താന്ന് പറഞ്ഞു, ഈ ചെയ്യാതെ കേട്ടിരുന്നാൽ ദോഷം എന്താന്നല്ലേ. നല്ല ഭക്തനാണെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം കൊണ്ടു നടക്കണു എന്ന് വിചാരിക്കില്ല. ഭഗവാൻ ഒരുവിധമൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കണു എന്നേ വിചാരിക്കുള്ളൂ.
അപ്പോൾ പകുതി ചുമതല ഭഗവാൻ ഏറ്റെടുക്കും, പകുതി ഉള്ളൂ തനിക്ക് ചുമതല. അഭക്തനാണെങ്കിലോ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണു എന്നുള്ള വിചാരം ഉണ്ടാവും. അങ്ങനെ എപ്പോഴും ഈ ഞാൻ എന്നുള്ള അഭിമാനത്തോടു കൂടിയിട്ടാണ് അയാളെല്ലാം ചെയ്യുക. അപ്പോൾ ചുമതല മുഴുവനും എനിക്കാവും. അപ്പോൾ എന്ത് വേണ്ടി വരും? കുടുംബകാര്യങ്ങളൊക്കെ നടത്തണം എന്ന് വെച്ചാൽ അപ്പോൾ എവിടുന്നൊക്കെ ധനം കിട്ടും എന്ന് അന്വേഷിക്കുക. നേരം വിളിച്ചയാൽ ഓട്ടം തന്നെ ഓട്ടം. എന്തിന്? ധനം ആർജിക്കാൻ വേണ്ടിയിട്ട്. ഈ ധനം ആർജിക്കുന്ന സമയത്ത് മനസ്സിന് വല്ല സുഖമുണ്ടോ? എല്ലാ സമയത്തും ടെൻഷനാണ്. കൃത്യസമയത്ത് അതാത് സ്ഥലത്ത് എത്തിയില്ല എന്ന് വയ്ക്കുക, എന്നാൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ ഓട്ടം. അങ്ങനെയൊക്കെ വരും. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് തിരുവനന്തപുരത്ത്, ഉച്ചയ്ക്ക് ഊണ് ബോംബെ നഗരത്തിൽ, വൈകുന്നേരം 4 മണിക്ക് ചായ കുടിക്കാറാകുമ്പോഴേക്കും ഡൽഹിയിൽ. ഇങ്ങനെ ഓട്ടം തന്നെ. എന്തിനായി ഓടണേ? ഓടുന്നത് ധനം ആർജിക്കാൻ വേണ്ടിയിട്ട്. യൗവനകാലത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി നടന്ന് കുറേ ധനം ആർജിക്കും. അതൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യം വരെ ഒരു 50 വയസ്സ് ഷഷ്ടിപൂർത്തി അതൊക്കെ കഴിഞ്ഞ് സപ്തതിയൊക്കെ ആവുമ്പോഴേക്കും മുമ്പത്തെ പോലെ ഓടി നടക്കാൻ വയ്യാന്നുള്ള മട്ടാവും. പിന്നെ അവനവൻ്റെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നുള്ള ഒരവസ്ഥയാവും. ഈ ഓട്ടം മുമ്പത്തെ പോലെ പറ്റാത്തത് കൊണ്ട് പുതിയ പുതിയ വരുമാനങ്ങൾ അത് ഇങ്ങനെ കുറഞ്ഞിടങ്ങും. പോരാ, ക്രമേണ വരുമാനം ഒന്നുമില്ലാതെ ഉണ്ടാവും. പണ്ട് താൻ അധ്വാനിച്ച് നേടിവെച്ചത് കുറേശ്ശെ ഇങ്ങനെ ചിലവായി തുടങ്ങും. വാർദ്ധക്യം വരുമ്പോഴാണല്ലോ രോഗം വരിക. അപ്പോൾ രോഗം വരുമ്പോൾ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതങ്ങനെ ചിലവായി തുടങ്ങും. മക്കളൊക്കെ വളർന്ന് വലുതായി എന്ന് വയ്ക്കുക. അവരെന്ത് വിചാരിക്കും? അച്ഛൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലായൊന്നുമില്ല, അച്ഛൻ മേടിച്ചോട്ടെ എന്ന് വിചാരിക്കും. അത് തന്നെ. സ്നേഹമുള്ള മക്കളാണെങ്കിൽ അവരെന്താ ചെയ്യുക? അച്ഛനെയും അമ്മയും ഏതെങ്കിലും വൃദ്ധന്മാരുടെ കോളനിയിൽ കൊണ്ടാക്കും. അപ്പം അങ്ങനെയാണ് പതിവ്. അതല്ല എന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും ഒരാളെ വിളിച്ചു വരുത്തും, അയാൾക്ക് ശമ്പളം കൊടുക്കും. എന്നിട്ട് അച്ഛനെ നോക്കാൻ അല്ലെങ്കിൽ അമ്മയെ നോക്കാൻ ശമ്പളക്കാരനെ ഏൽപ്പിക്കും. വാർദ്ധക്യം ഒരു 75 വയസ്സൊക്കെ കഴിഞ്ഞ് ക്ഷീണം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കൂടുതൽ ബാധിച്ച് ഓരോ അവസ്ഥകളുണ്ടല്ലോ. വീട്ടിൽ എല്ലാ ദിക്കിലും ചെന്നെത്താൻ വയ്യ, ഒരു മുറിയിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടുക, അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. കട്ടിലും പിന്നെ ഇങ്ങനെ കിടക്കുക. എണീക്കണം എന്ന് വെച്ചാൽ പരസഹായം വേണം, അങ്ങനത്തെ അവസ്ഥയുണ്ട്. അങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ ശുശ്രൂഷിക്കുക എന്നിട്ട് നല്ലോണം ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. ഇല്ലയെന്ന് വെച്ചാൽ പുറം ഇങ്ങനെ പൊള്ളിയിട്ട് ബെഡ്സോറൊക്കെ വരാൻ വളരെ എളുപ്പമുണ്ട്. വേണ്ട പോലെ മരുന്നൊക്കെ ചെയ്തില്ല എന്ന് വയ്ക്കുക, എന്നാൽ അവിടെ പുഴുമിറ്റൊക്കെ ഞുളയ്ക്കും. ഈ ശമ്പളക്കാരന് എത്ര ശുഷ്കാന്തി ഉണ്ടാവും ഈ അന്യൻ്റെ ശരീരത്തിലുള്ള ഈ പുഴുവിനെ എടുത്ത് കളയാൻ? ഇയാൾ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഉറക്കം നിലവിളിക്കും, എനിക്ക് വെള്ളം തരൂ എന്ന് അയാൾ വിളിച്ചു പറയും. മറ്റാൾ ചിലപ്പോൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാവും. അവിടെ കിടക്കും, എൻ്റെ ഊണ് കഴിയട്ടെ എന്ന് പറയും അയാൾ ഊണൊക്കെ കഴിഞ്ഞ് ഒരു വിശ്രമമൊക്കെ കഴിഞ്ഞ് പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് വായ തുറക്കുമെന്ന് അയാൾ കൽപ്പിക്കും. കിടക്കണ ആൾ വായ തുറക്കുക, അയാളൊരു ഒഴിക്കലങ്ങോട്ട് ഒഴിക്കും. കുറച്ച് വായയിലും കുറേ മൂക്കിലും കുറേ കണ്ണിലും ഒക്കെ വീഴും. വായയിൽ കിട്ടിയത് കുടിക്കാം. ഇങ്ങനെ കിടക്കുക. അത് തന്നെ. ഒന്ന് അനങ്ങണം എന്ന് വെച്ചാൽ പരസഹായം വേണം. ഈ കിടക്കണ കിടപ്പ് എങ്ങനെയാ? ഇത് എല്ലാവർക്കും മനസ്സിലാവണ ഉദാഹരണമാണ് കപിലവാസുദേവർ. കീനാശ ഇവ ഗോചരം. കൃഷിക്കാരൊക്കെ പണ്ടൊക്കെ എങ്ങനെയാണല്ലോ, കാളകളെ കൊണ്ട് വേണം ഈ കൃഷി നടത്താൻ. ഉഴാനും വണ്ടി വലിക്കാനും ഒക്കെ ഉപയോഗപ്പെടും കാള. നല്ല പുത്തൻ കാളകളെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിക്കും. പുത്തൻ കാള ഒക്കെ മുതുകാളയായാൽ പിന്നെ സാധാരണ എന്താ പതിവെന്ന് വെച്ചാൽ കിട്ടിയ കാശിന് അങ്ങോട്ട് കൊടുക്കും. ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്നറിയുകയും ചെയ്യാം. ചില കൃഷിക്കാർ അങ്ങനെ കൊടുക്കാറില്ല. ചാവുകയാണെങ്കിലും ഇവിടെ തന്നെ നിന്ന് ചത്തോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ പണി നടക്കണമെന്ന് വെച്ചാൽ ഈ മുതുകാളെ കൊണ്ടാവില്ല, പുത്തൻ കാളകളെ വാങ്ങും. പുത്തൻ കാളകൾക്ക് നല്ല ആഹാരമൊക്കെ ഇങ്ങനെ കൊടുക്കണത് ഈ മുതുകാളയ്ക്ക് ഇങ്ങനെ കാണാം. നല്ല തവിടും പിണ്ണാക്കും ഒക്കെ നല്ലോണം കലക്കി പുത്തൻ കാളയുടെ മുമ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. മുതുകാള മൂക്ക് ഇങ്ങനെ വീർപ്പിച്ച് അതിൻ്റെ വാസന ഇങ്ങനെ ഏറ്റ് വായിലും വെള്ളമൊലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. മുതുകാളയ്ക്ക് നല്ല ആഹാരം കൊടുക്കാൻ മുതലാവില്ല. പിന്നെ ഈ പുത്തൻ കാളകൾക്ക് ആഹാരം കൊടുക്കുക കഴിഞ്ഞാൽ ആ പാത്രം ഒന്ന് കഴുകും. എന്നിട്ട് മുതുകാളയുടെ മുമ്പിൽ വെച്ച് കൊടുക്കും ഈ കൃഷിക്കാരൻ. വേണമെങ്കിൽ കുടിച്ചോ എന്നുള്ള മട്ടിൽ. കാളകൾക്ക് വേണ്ട പോലെ ആഹാരം കിട്ടിയില്ലെങ്കിൽ കുളമ്പ് രോഗം എന്നൊരു രോഗം വരും. ഒന്നിന് വന്നാൽ അടുത്ത് നിൽക്കണതിന് പകരും. അപ്പം പിന്നെ കൃഷിക്കാരെന്ത് ചെയ്യും? ഈ മുതുകാളയെ തൊഴുത്തിൽ നിന്ന് അഴിച്ചു കെട്ടും. മുതുകാളയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു തൊഴുത്ത് പണിയാൻ പറ്റുമോ? മുതലാവുമോ? അപ്പം പിന്നെ മുതുകാളയുടെ സ്ഥിതി പിന്നെ എന്താവും? മഞ്ഞ് കൊണ്ട്, വെയിൽ കൊണ്ട്, മഴ കൊണ്ട് ഇഞ്ചായിട്ട് ഇങ്ങനെ കിടന്ന് ശ്വാസം വലിച്ച് അങ്ങോട്ട് ചാവും. ഇങ്ങനെ കിടന്ന് ചാവുന്ന ആ മുതുകാളയും ഇപ്പം ഈ കട്ടിലുമ കിടക്കണ കാരണവരും തമ്മിൽ ഇപ്പം എന്താ വ്യത്യാസം? കീനാശ ഇവ ഗോചരം.
ഇങ്ങനെ കിടക്കുക ശ്വാസം വലിച്ചുകൊണ്ട്. ഈ സമയത്ത് അയാളുടെ മനോരാജ്യം എന്താവും? മന്ദഭാഗ്യോ വൃഥോദ്യമ, താൻ ഇതേവരെ പണിയെടുത്തത് മുഴുവനും പാഴായി എന്ന ഒരാകൃതാർത്ഥതയാണ് അയാളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക. ആ സമയത്ത് അവസാന നിമിഷമാകുമ്പോൾ സ്നേഹമുള്ള മക്കളാണെങ്കിൽ ഓടി വരും. വിശേഷം വല്ലതുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി എന്ന് പറയും. ഫോൺ വിളിക്കും, മക്കളൊക്കെ ഓടി വരും. ഇയാൾ കിടക്കണ കട്ടിലിന് 4 പുറം വന്ന് നിൽക്കും അവരൊക്കെ. എന്നിട്ട് അവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ കാരണവർ മരിക്കാൻ ഭാവിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് 4 നാമം ജപിക്കുക അല്ലെങ്കിൽ 4 കീർത്തനം പാടുക ഒന്നും ഈ മക്കൾ ചെയ്യൂല. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, നാട്ടുകാര്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇയാൾ ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കും. ആ അന്തിമഘട്ടം ആവും. ആ അന്തിമഘട്ടം എങ്ങനെ ഇരിക്കും? വായുനോൽക്രമതൊത്താര കഫസമൃദ്ധ നാടിക. ഇതാണ് ശരിക്കുള്ള മരണം എന്ന് വെച്ചാൽ. ആ മരണത്തിൻ്റെ ശരിയായ ചിത്രം വായുനോൽക്രമതൊത്താര കഫസമൃദ്ധ നാടിക കാസശ്വാസകൃതായാസ കണ്ഠേ ഘുരഘുരായതേ. ശ്വാസകോശത്തിൽ അങ്ങനെ കഫം ഇങ്ങനെ കെട്ടിയിട്ട് സർവ്വശക്തി ഉപയോഗിച്ചിട്ട് വേണം ശ്വാസം വലിക്കാൻ. അപ്പം ഈ ശ്വാസം വലിക്കുമ്പോൾ കണ്ഠേ ഘുരഘുരായത, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയ്ക്കണം എന്നിങ്ങനെ തോന്നും. പക്ഷേ ചുമയ്ക്കാൻ ശ്വാസകോശത്തിന് ബലമില്ല. എന്നിട്ട് ഈ കഫക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ശ്വാസവായു അകത്തേക്കും പുറത്തേക്കും കിടക്കുക. അപ്പം ഇങ്ങനെ കറന്ന് ശബ്ദം എങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഊർധ്വശ്വാസം വലിച്ച് അതിൻ്റെ മൂർധന്യ ദിശയിൽ അങ്ങനെ എത്തുമ്പോൾ ആരെയാ കൺമുന്നിൽ കാണുകയെന്നോ? ഭക്തൻ കൺമുന്നിൽ കാണുന്നത് ഭഗവാനെയാവും. അതേസമയം ഈ അഭക്തൻ കൺമുന്നിൽ കാണുന്നതോ യമദൂതൗ തദപ്രപ്തൗ ഭീമൗ സരഭസേക്ഷണൗ. കയ്യിൽ കുലയ്ക്കും ദണ്ടും ഒക്കെ എടുത്തിട്ടുള്ള കയറും ഒക്കെ എടുത്തിട്ടുള്ള യമദൂതന്മാർ. അവർ ജീവനെ ഈ ശരീരത്തിൽ നിന്ന് പറിച്ച് എടുക്കുകയാണ്. കഴുത്തിൽ കുടുക്കിടും. എന്നതാണ് പറിച്ച് കൊണ്ടുപോയിട്ട് അവരെ ലോകത്തിലേക്ക് അങ്ങോട്ട് എത്തിക്കും. പോണ വഴിക്ക് വലിയൊരു മണലാരണ്യമുണ്ടത്രേ. മുകളിൽ അനവധി സൂര്യന്മാരുടെ ചൂടുകൊണ്ട് മണലാകെ ഇങ്ങനെ ചുട്ടുപഴുത്തിരിക്കണു. ഈ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കൂടി ഇയാൾക്ക് നടക്കേണ്ടി വരും. നടക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ കശയാച്ച താടിത ചാട്ടവാറ് കൊണ്ട് നല്ല അടി പുറത്ത്. ഈ അടിയും കൊണ്ട് നരകലോകത്തിൽ ചെന്നെത്തുക. അവിടെ ചെന്നാൽ ഈ ഭൂമിയിൽ എന്തൊക്കെ പാപങ്ങൾ ചെയ്തു അതനുസരിച്ച് നരകപീഡനം ഏൽക്കേണ്ടി വരും. ഭൂമിയിൽ കുറ്റം വല്ലതും ചെയ്താൽ കുറ്റം ചെയ്തില്ല എന്ന് വാദിക്കാൻ വക്കീലന്മാരെ കിട്ടിയെന്ന് വരും. നരകലോകത്തിൽ ചെന്നാൽ വാദിക്കാൻ ആരും ഉണ്ടാവില്ല. ചെയ്ത പാപങ്ങളൊക്കെ പീഡനമായിട്ട് അവിടെ ഏൽക്കുക. അത് കഴിഞ്ഞാലോ പാപം ചെയ്യാനുള്ള വാസന പിന്നെയും ബാക്കിയാണ്. അപ്പോഴേക്കും ഏതെങ്കിലും ഒരു സ്ത്രീ ഗർഭം ധരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടാവും. പുനരപി ജനനീജഠരേ ശയനം, വീണ്ടും വരികയായി ഗർഭപാത്രത്തിനകത്തേക്ക്. ഈ ഗർഭപാത്രത്തിൽ കിടക്കുക വെച്ചാൽ സുഖമുള്ള കാര്യമാണോ? അതുമല്ല. ഇങ്ങനെ പല പല ജീവികൾ, കൃമികൾ വന്നിങ്ങനെ സദാസമയവും ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. തലകീഴായിട്ടാണ് കിടക്കുന്നത്. ഉൽബം എന്ന സാധനം കൊണ്ട് മൂടിയിട്ടുണ്ട്. പൊക്കിൽ കൊടി കൊണ്ട് പിടിച്ച് കെട്ടിയിട്ടുമുണ്ട്. അനങ്ങാൻ വയ്യാത്ത വിധത്തിലുള്ള കിടപ്പാണത്. കുംഭീഭാഗ നരകത്തിൽ കിടക്കുന്നത് പോലെ തന്നെ 5-6 മാസം അങ്ങനെ കിടന്ന് ആകെ ഇങ്ങനെ എരിപൊരി കൊള്ളലാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ വല്ലാതെ കണ്ട് എരിപൊരി കൊള്ളുമ്പോൾ ഇടയ്ക്കൊന്നിങ്ങനെ പിടയ്ക്കുതിരെ കുട്ടികൾ. അപ്പോൾ സർവാംഗോത്ഥിത വേദന. ഈ പിടയ്ക്കണ സമയത്താണ് ഗർഭിണികൾക്ക് തോന്നാറ് കുഞ്ഞനങ്ങുണ്ട്, വിശേഷമൊന്നുമില്ല എന്ന്. അവർക്കത് സന്തോഷമാണ്. പക്ഷേ ഈ അകത്ത് കിടക്കണ കുഞ്ഞുങ്ങളാണെങ്കിൽ കിടന്നിങ്ങനെ പിടയ്ക്കുകയാണ് താനും. ഗർഭകാലത്തെ സ്ഥിതി എന്ത് എന്ന് ഈയിടെ ഒരാൾ പത്രത്തിൽ എഴുതിയിരുന്നു. ഒരു 2 മാസം മുമ്പ് ഒരു ഡോക്ടർ എഴുതിയതാണ്. ഈ ഗർഭിണി എന്തൊക്കെ വിചാരിക്കണോ എന്തൊക്കെ ചെയ്യണോ അത് മുഴുവനും ആ ഗർഭസ്ഥ ശിശു മനസ്സിലാക്കും എന്നാണ് ആ ഡോക്ടർ എഴുതിയിരിക്കുന്നത്. ഓരോ മാസവും കുഞ്ഞിന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവണോ എന്ന് ശാസ്ത്രീയമായിട്ട് ആൾ എഴുതിയിട്ടുണ്ട്. ഏകദേശം ഭാഗവതത്തിൽ പറയും പോലെയൊക്കെ തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 4 മാസം കഴിയുമ്പോൾ ചില ഗർഭിണികൾക്ക് തോന്നാറുണ്ട് ഇതിപ്പോൾ വേണ്ടായിരുന്നു എന്ന്. അങ്ങനെ വിചാരിച്ചാൽ അതുപോലും ആ ഗർഭസ്ഥ ശിശു മനസ്സിലാക്കുമത്രേ. അപ്പം എത്ര ശ്രദ്ധിക്കണമെന്നറിയോ ഗർഭിണികൾ? തൻ്റെ കുഞ്ഞ് ഭാവിയിൽ നന്നായി വളർന്നു വലുതാവണം എന്ന ആഗ്രഹമുള്ള ആളുകൾ ഗർഭകാലത്ത് തന്നെ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ ഫോർമേഷൻ എവിടുന്നാ തുടങ്ങുക? ജനിച്ചതിന് ശേഷമല്ല, ഗർഭത്തിൽ വന്ന ആ നിമിഷം മുതൽക്ക് തുടങ്ങുകയാണ്. അതുകൊണ്ട് ഗർഭിണികൾ സന്തോഷത്തോടു കൂടി വേണം ജീവിക്കാൻ. ഭർത്താവിനോട് കലഹിക്കരുത്, വീട്ടിലെ മറ്റാളുകളുമായിട്ട് കലഹിക്കരുത്. അങ്ങനെ കലഹിച്ചാൽ ഈ ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിനും ആ കലഹവാസന ഉണ്ടാവും എന്നർത്ഥം. പോരാ, ഈ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പും വലിയ വെടിയും പടക്കവും ഒക്കെയുള്ള സ്ഥലത്തേക്ക് ഒന്നും ചെല്ലരുത് ഗർഭിണികൾ.
കാരണം ഈ വെടിയും പടക്കവുമൊക്കെ കേട്ടാൽ കുട്ടികൾ ഞെട്ടും. ഗർഭകാലത്ത് ഈ കുട്ടികൾ ഉള്ളിൽ കിടന്നുകൊണ്ട് ഞെട്ടിക്കഴിഞ്ഞാൽ പുറമേക്ക് വന്നാൽ ആ ഭയം പിന്നെയും കുട്ടിയെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ സന്തോഷത്തോടു കൂടി വേണം ജീവിക്കാൻ എന്നർത്ഥം ഗർഭിണികൾ. അങ്ങനെ 7ാമത്തെ മാസം വരുമ്പോൾ ഈ ഗർഭസ്ഥ ശിശുവിന് കഴിഞ്ഞ ജന്മത്തിലെ കഥകളൊക്കെ ഓർമ്മ വരും. അവിടെ വച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കും, എന്നെ പുറത്തേക്ക് വിടരുത്, ഞാൻ പുറത്തേക്ക് പോവില്ല, ഗർഭാൽ ന നിർജ്ജഗമിഷയെ, ഞാൻ പുറത്തേക്ക് പോവില്ല എന്നൊക്കെ അവിടെ വച്ച് പറയും. ഭഗവാൻ അത് കേൾക്കും. വരട്ടെ, നീ ഇപ്പം ഇതൊക്കെ പറഞ്ഞോ, പക്ഷെ ഞാൻ സമ്മതിക്കില്ല ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് സത്യാഗ്രഹം ചെയ്യാൻ. സമയം വരുമ്പോൾ ഭഗവാൻ ഒരൊറ്റ തള്ളാൻ തള്ളും പുറത്തേക്ക്. അങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് കിടക്കും. ഇപ്പം സുഖമായോ? അതുമില്ല. ഇപ്പം ഈച്ച, കൊതുക്, മൂട്ട, ഇങ്ങനെ ഉറുമ്പ്, ഇങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ കടിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് തോന്നുകയാണ് ഒരു 4-5 വയസ്സായാൽ സംസാരിക്കാൻ പറ്റുമല്ലോ, അന്ന് സുഖാവും എന്ന് കഴിഞ്ഞ ജന്മത്തിൽ വിചാരിക്കാൻ തുടങ്ങി. പിന്നെ സുഖാവും, പിന്നെ സുഖാവും എന്നുള്ള പ്രതീക്ഷ. കഴിഞ്ഞ ജന്മത്തിൽ യൗവനത്തിൽ ടെൻഷനായിരുന്നു, വാർദ്ധക്യത്തിൽ ഒട്ടും സുഖമുണ്ടായിരുന്നില്ല, മരണം ഭീകരമായിരുന്നു, നരകപീഡ ദുസ്സഹമായിരുന്നു, ഗർഭകാലം അത്യന്തം ദുഃഖജനകമായിരുന്നു. ഇപ്പം ഈ ബാല്യകാലം അതീവ ദുസ്സഹവും. എപ്പോഴാ ഇയാൾക്ക് മനസ്സിനൊരു ശാന്തി? അതുകൊണ്ട് അമ്മയെ കപിലവാസുദേവൻ ചുരുക്കുകയാണ്, ഭക്തിയോഗം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ആത്യന്തികമായ മനഃശാന്തി അനുഭവപ്പെടുള്ളൂ. ഈശ്വരകഥാശ്രവണം, ഭഗവത് കഥാകീർത്തനം, നാമസങ്കീർത്തനാദികൾ ഇതൊക്കെ ശീലിക്കണം. അങ്ങനെ ഹൃദയത്തിൽ ഭക്തി വളർന്നു വരണം. ഭക്തിരഹിതമായി ഏത് കർമ്മം ചെയ്താലും അവന് ഒരിക്കലും മനഃശാന്തി അനുഭവപ്പെടില്ല. അതാണ് ആവർത്തിച്ച് ഭഗവാൻ പറയുന്നത്. ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും മാഹാത്മ്യം ഏറെ നേരം ദേവഹൂതിയെ പറഞ്ഞു കേൾപ്പിച്ചു. ഭക്തിരഹിതമായി എന്തെല്ലാം ചെയ്താലും അതെല്ലാം വെറുതെയാണ്. ഭക്തിസമേതമായി എന്ത് ചെയ്താലും അതെല്ലാം സഫലം. ഭക്തിരഹിതമാണോ എല്ലാം വിഫലം. ഇതാണ് ഉപദേശിച്ചതിൻ്റെ ചുരുക്കം. ഉപദേശം കേട്ട് 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 ദേവഹൂതിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി തനിക്ക് കിട്ടേണ്ടത് കിട്ടി, താൻ അറിയേണ്ടത് അറിഞ്ഞു എന്ന്. തനിക്ക് ഇതേവരെ ഉപദേശം തന്നുകൊണ്ടിരുന്ന ഗുരുനാഥൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നമസ്കരിച്ചു. അമ്മ തൻ്റെ പുത്രനെ എന്നല്ല, തനിക്ക് ഉപദേശം തന്ന ഗുരുനാഥനെ. ഭഗവാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇതൊക്കെ മനസ്സിലായി എങ്കിൽ നല്ല ശ്രദ്ധയും ഭക്തിയും ഒക്കെയുള്ള ആളുകൾക്ക് ഇത്തരം ഉപദേശങ്ങളൊക്കെ കൊടുക്കാം. ശ്രദ്ധയും ഭക്തിയും ഇല്ലാത്ത ആളുകൾക്ക് ആധ്യാത്മികമായ ഒരു ഉപദേശവും കൊടുക്കണ്ട, അമ്മയ്ക്ക് നന്മ വരും എന്നും പറഞ്ഞ് അമ്മയെ അനുഗ്രഹിച്ചു. ഭഗവാൻ കപിലൻ ഉത്തരാഭിമുഖനായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇന്നും അദ്ദേഹം ലോകക്ഷേമത്തിന് വേണ്ടി പാതാളത്തിൽ തപസ്സും ചെയ്തുകൊണ്ട് വർത്തിക്കുന്നു. ദേവഹൂതി അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നു, കണ്ണടച്ച് ഏകാഗ്രമായിട്ട് തപസ് ആരംഭിച്ചു. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൂടെ രാജകുമാരിയായിട്ട് ജീവിച്ചിരുന്നു. ആ കാലം ഇപ്പോൾ ഓർമ്മയില്ല. ഭർത്താവിനോടൊപ്പം വിമാനത്തിൽ പല ഇന്ദ്രിയ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. അതും ഇപ്പോൾ ഓർമ്മയില്ല. ഇപ്പോൾ ആ മനസ്സിൽ എന്തുണ്ട്? ധ്യായതീ ഭഗവദ്രൂപം യഥാഹ ധ്യാനഗോചരം. എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് എന്ന് ഒരു ധ്യാന സമ്പ്രദായം കപിലൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേ രൂപത്തിൽ ഭഗവാനെ ധ്യാനിച്ച് ധ്യാനിച്ച് തന്നെ ഇരുന്നു. ക്രമേണ ആ ജീവൻ ഭഗവാനിൽ ലയിച്ചു, സായുജ്യമുക്തി അടഞ്ഞു എന്നർത്ഥം. ആ ശരീരം ഒരു നദിയായിട്ട് അവിടെ വീണു, അങ്ങോട്ട് ഒഴുകി. ഇന്നും ആ പ്രദേശത്തിന് സിദ്ധപദം എന്നാണത്രേ പേര്. ഹിമാലയസാനു പ്രദേശത്താണ് ഈ ആസ്ഥാനം. ഇങ്ങനെ ഭഗവാനിൽ നിന്ന് നേരിട്ട് ഉപദേശം വാങ്ങി ഭഗവാനെ തന്നെ ധ്യാനിച്ച് ധ്യാനിച്ച് സായുജ്യമുക്തി നേടിയ ദേവഹൂതിയുടെ കഥ അനുസ്മരിക്കുന്നത് പോലും പുണ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം 3ാമത്തെ സ്കന്ധം അവസാനിപ്പിച്ചത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.